സഞ്ജുവിന്റെ കളി കണ്ട് സൂര്യകുമാർ തന്നെ കരഞ്ഞിരിക്കുകയാണ്. കാരണം സഞ്ജുവിനെ തള്ളി പറഞ്ഞത് വളരെ മോശമായി പോയെന്ന് ഇപ്പോൾ സൂര്യക്ക് തോന്നുന്നുണ്ടായിരിക്കും. സഞ്ജുവിനെയൊക്കെ പ്ലേയിങ് ഇലവനിൽ ഇറക്കുമോ എന്ന് ചോദിച്ചപ്പോൾ കളിയാക്കിയിട്ടാണ് സൂര്യകുമാർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ പ്രതികാരം തന്നെയാണ് സഞ്ജു ഇന്ന് വീട്ടിയിരിക്കുന്നത്. ക്യാപ്റ്റൻ പോലും പരാജയപ്പെട്ടപ്പോൾ സഞ്ജു ഒറ്റയ്ക്ക് നിന്ന് ടീമിനെ മുന്നോട്ട് നയിച്ച് കളി ജയിപ്പിച്ചു. അതും വേൾഡ് കപ്പിൽ ഒരു ക്രൂഷ്യൽ മാച്ചിൽ. ഇന്ന് തോറ്റാൽ ഇന്ത്യ പുറത്തായേനെ. ഇന്ന് കളി ജയിച്ച ശേഷം സൂര്യകുമാർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 97 റൺസാണ് സഞ്ജു അടിച്ചു കൂട്ടിയത്, അതും T20 വേൾഡ് കപ്പിൽ. ഇന്ന് കളി ജയിച്ച് സൂര്യകുമാർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് തെറ്റുപറ്റി, സഞ്ജുവിനെ നേരത്തെ തന്നെ ഇറക്കേണ്ടതായിരുന്നു. സഞ്ജുവിന്റെ കളി മികവ് എന്താണെന്ന് ഞാനിന്ന് കണ്ടു. ഞാനടക്കം എല്ലാവരും പരാജയപ്പെട്ടപ്പോൾ സഞ്ജു ഒറ്റയ്ക്ക് നിന്ന് ടീമിന് വേണ്ടി ജയിപ്പിച്ചു. സഞ്ജു സെഞ്ചുറി അടിക്കാൻ നോക്കിയിട്ടില്ല, അതാണ് ഞാനിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അവസാന ബോൾ വരെ ടീമിനെ ജയിപ്പിക്കണമെന്ന് മാത്രമായിരുന്നു സഞ്ജുവിന്റെ ആവശ്യം. സഞ്ജു അത് കൃത്യമായിട്ട് നിർവഹിച്ചു. ഇതുപോലത്തെ കളിക്കാരെയാണ് ഇന്ത്യൻ ടീമിന് ആവശ്യം. സഞ്ജു എല്ലാ കാലത്തോളം ഇനി ഇന്ത്യൻ ടീമിൽ കാണും. ഞാനിപ്പോൾ സഞ്ജുവിനോട് മാപ്പ് ചോദിക്കുകയാണ്. സഞ്ജുവിനെ നേരത്തെ തന്നെ ഇറക്കാഞ്ഞത് ഞങ്ങൾക്ക് വലിയ തെറ്റായി പോയി. ഞങ്ങളിപ്പോൾ സെമിയിൽ എത്തിയിരിക്കുകയാണ്. ഉറപ്പായിട്ടും ഞങ്ങൾ ഇപ്രാവശ്യം വേൾഡ് കപ്പിന്റെ ഫൈനൽ കളിക്കും. ഇത്തവണ ഞങ്ങൾ കപ്പ് നേടുമെന്ന് സൂര്യകുമാർ വ്യക്തമാക്കി. എല്ലാ കളിയാക്കിയവർക്കും അണ്ണാക്കിലാണ് സഞ്ജു കൊടുത്തത്. ഇതുപോലത്തെ ഒരു മാസ്മരിക് ഇന്നിങ്സ് സഞ്ജു കാഴ്ചവെക്കുമെന്ന് ആരും കരുതിയില്ല. അതും എല്ലാവരും ഫ്ലോപ്പായ സമയത്താണ് സഞ്ജു ഒറ്റയ്ക്ക് നിന്ന് ടീമിനെ വിജയിപ്പിച്ചത്. അതിന് കുറച്ച് ചങ്കൂറ്റം ആവശ്യമാണ്. സഞ്ജു കൃത്യമായ ഷോട്ടുകളാണ് ഇന്ന് കളിച്ചിട്ടുണ്ടായിരുന്നത്. അനാവശ്യമായിട്ട് സിക്സറുകൾ അടിക്കാൻ സഞ്ജു നോക്കിയിട്ടില്ല. കൃത്യമായ 4 അടിച്ചും സിംഗിൾസ് ഓടിയുമാണ് സഞ്ജു കളി ജയിപ്പിച്ചത്. സഞ്ജുവിന്റെ ഒറ്റയാൾ പോരാട്ടം ഇന്ത്യൻ ടീമിനെ സെമിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.